ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് ഹാർബർ വിശേഷങ്ങൾ കണ്ടുവരാം. ഞങ്ങളൊരു യാത്ര പോയി തിരികെ വരും വഴി ആലപ്പുഴ വഴി വന്ന സമയത്ത് കുറച്ച് മീൻ വാങ്ങാമെന്ന് കരുതി. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഹാർബറുണ്ട്, അവിടെ പോയാൽ നമുക്ക് മീൻ നല്ല വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു നല്ല ഫ്രഷ് മീൻ വാങ്ങാമല്ലോ എന്ന് കരുതി ഞങ്ങൾ അവിടെ അടുത്തുള്ള തോട്ടപ്പള്ളി ഹാർബറിലേക്ക് പോയി. അപ്പോൾ അന്ന് തോട്ടപ്പള്ളി ഹാർബറിൽ ചെന്നപ്പം കണ്ട കുറേ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഹാർബറിലൊക്കെ നേരിട്ട് പോയി ഇങ്ങനെ കാണുന്നതൊക്കെ. അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ മീനൊക്കെ ആയിട്ട് മീൻ പിടിച്ച് തിരികെ തീരത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ ഫ്രഷ് മീനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ ചെന്നപ്പം മീനൊക്കെ നോക്കി നല്ലതായിട്ട് വാങ്ങാമെന്ന് കരുതി ഞങ്ങൾ മീനൊക്കെ നോക്കി കാണുമായിരുന്നു. ഈടെയൊക്കെ 100 രൂപ കേട്ടോ. ചൂരയൊക്കെ 120 രൂപ കിലോ. 120 രൂപ. ഞണ്ട് 100 രൂപ കേട്ടോ. ഞണ്ട് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയ ഞണ്ട്. നല്ല പച്ച ഞണ്ടും നല്ല പച്ച കൊഞ്ചും മീനും, മത്തി, ചൂര, അയല, അങ്ങനത്തെ പലതരത്തിലുള്ള മീനുകളുണ്ടായിരുന്നു. എല്ലാം നല്ല ഫ്രഷ് കൊഞ്ചൊക്കെ കണ്ടില്ലേ, നല്ല ഫ്രഷ് കൊഞ്ചായിരുന്നു. അപ്പം ഞങ്ങളിതെല്ലാം ഇങ്ങനെ കണ്ടു. നമ്മൾ പത്തനംതിട്ട ജില്ലക്കാർക്ക് ഇങ്ങനെ ആലപ്പുഴ അങ്ങനെ ഓരോരോ മറ്റ് കടൽക്കരയുള്ള ജില്ലകളിൽ പോകുമ്പോഴാണല്ലോ മീനൊക്കെ കുറേ കൂടിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും നല്ല വിലയൊക്കെയല്ലേ നമ്മൾ മീൻ വാങ്ങുന്നത്. അപ്പം ഇവിടെ ഹാർബറിൽ ഇങ്ങനെ മീൻ കണ്ടപ്പം നല്ല വിലക്കുറവൊക്കെ ഞങ്ങൾക്ക് തോന്നി. അപ്പം നമ്മളവിടെ വരുമ്പോഴത്തേക്ക് ഐസൊക്കെ ഇട്ട് കുറേ ആയ മീനായിരിക്കുമല്ലോ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങാൻ നോക്കിയപ്പോൾ നല്ല പച്ച മീനാണ്. അപ്പം അതെല്ലാം നോക്കി നമുക്ക് നല്ല രീതിയിൽ മേടിക്കാം എന്നൊക്കെ കരുതി ഞങ്ങളിതെല്ലാം നോക്കുമായിരുന്നു. അമ്മ കൊഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കൊട്ട നിറച്ച് മീനുകളൊക്കെ ഇങ്ങനെ ഇനം തിരിച്ച് വെച്ച് പിന്നെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഓരോരുത്തർ വരുന്നത് വില പേശി മേടിക്കുന്നവരുണ്ട്, അല്ലാതെ ചെറിയ ചെറിയ കച്ചവടക്കാർ ചെറിയ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് ചെമ്മീൻ, കൊഞ്ച്, നല്ല പച്ച കൊഞ്ചും കുറച്ച് മീനും, പിന്നെ കൂന്തൽ എന്ന് പറയത്തില്ലേ, കണവ, അത് നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ അധികം കാണാറുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്കും നല്ല വിലയായിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് മീനുകളൊക്കെ വാങ്ങി ഞങ്ങൾ പതുക്കെ തിരികെ പോകാമെന്നൊക്കെ കരുതി. അപ്പോൾ കുറച്ച് നേരം കൂടി ആ കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കാണുമായിരുന്നു. കൊട്ട നിറയെ മീനുമായിട്ട് ആളുകൾ വരുന്നത് കണ്ടപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് ഇത്രയും ബോട്ടുകളും പിന്നെ മീനുമൊക്കെ കാണുന്നത്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹാർബറിലെ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായിട്ട് വേറെ ദിവസം വരാം. അപ്പോൾ ചാനലിൻ്റെ പേര് മറക്കണ്ട, D4 ദിവ്യ അജു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. ടാറ്റ, ബൈ ബൈ, സി യു. ഇച്ചിരി അയച്ചിട്ട് കൊടുക്കാൻ ആർക്കും വേണ്ട.